വടകരയിൽ കോൺഗ്രസ് വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിച്ചെന്ന ആരോപണവുമായി സിപിഐഎം. ബിജെപി വോട്ടുകൾ കോൺഗ്രസിന് നൽകാൻ പരസ്യധാരണ ഉണ്ടാക്കിയെന്നും ഷാഫി ജയിച്ചാൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ബിജെപിയെ സഹായിക്കാമെന്ന് കോൺഗ്രസ് വാഗ്ദാനം ചെയ്തതായും എം വി ഗോവിന്ദൻ ആരോപിച്ചു. LDF കൺവീനറും മുഖ്യമന്ത്രിയും ബിജെപി പ്രഭാരിയുമായി നടത്തിയ ചർച്ച മറച്ചുവെക്കാനാണ് തനിക്കെതിരായ വർഗീയ ആരോപണമെന്ന് ഷാഫി പറമ്പിൽ പ്രതികരിച്ചു. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷമാണ് MV ഗോവിന്ദൻ വടകരയിൽ കോൺഗ്രസ് വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിച്ചെന്ന ആരോപണം ഉന്നയിച്ചത്. വടകര ഉൾപ്പെടെയുള്ള മേഖലയിൽ ഈ വർഗീയ ധ്രുവീകരണ ശക്തികൾ അഖിലേന്ത്യാടിസ്ഥാനത്തിൽ കോൺഗ്രസ് ഉൾപ്പെടെ ചേർന്നുകൊണ്ടുള്ള വർഗീയതയ്ക്കെതിരായി പൊരുതുന്ന ശക്തികൾക്കെതിരായിട്ടാണ് ധ്രുവീകരണത്തിന് BJPയും സംഘപരിവാരും ശ്രമിക്കുന്നതെങ്കിൽ ഇവിടെ കോൺഗ്രസ് ഉൾപ്പെടെ ചേർന്ന് വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന നിലയാണ് വടകര പോലെയുള്ള മേഖലയിൽ കാണുന്നത്. തീർച്ചയായും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും മതസൗഹാർദ്ദം നിലനിർത്താനും വർഗീയ ധ്രുവീകരണത്തിന് നടത്തുന്ന ശ്രമങ്ങളെ ഫലപ്രദമായിട്ട് ജനങ്ങളിൽ തുറന്നു കാണിക്കാനും ആവശ്യമായ നീക്കം അത്തരം മേഖലയിൽ നടത്തേണ്ടി വരും എന്ന് തന്നെയാണ് ചൂണ്ടിക്കാണിക്കാനുള്ളത്. ജനങ്ങൾ എല്ലാം തിരിച്ചറിയുന്നുണ്ടെന്നും തന്റെ മേൽ വർഗീയ ചാപ്പ അടിച്ചതുകൊണ്ട് കാര്യമില്ലെന്നും ഷാഫി പറമ്പിൽ. എന്തിനാണ് BJPയുടെ പ്രഭാരിയുമായിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം അല്ലെങ്കിൽ അടുത്തെത്തി നിൽക്കുമ്പോൾ കൂടിക്കാഴ്ച നടത്തിയത്? അതിന് കൃത്യമായിട്ട് ഉത്തരവുണ്ടോ? എന്തിനായിരുന്നു ആ കൂടിക്കാഴ്ചയ്ക്ക് ഇത്ര രഹസ്യ സ്വഭാവം? കേരളത്തിൽ ഒരു മാധ്യമ പ്രവർത്തകൻ പോലും അറിയാതെ, കേരളത്തിൽ വേറൊരു മനുഷ്യക്കുഞ്ഞ് അറിയാത്ത തരത്തിൽ ആ കൂടിക്കാഴ്ച അറേഞ്ച് ചെയ്തത് എന്തിനായിരുന്നു? അതിന് കൃത്യമായിട്ട് ഉത്തരം പറയാൻ പറ്റാത്തവർ എൻ്റെ മേലെ വർഗീയ ചാപ്പ അടിച്ചതുകൊണ്ട് വാർത്തയിലെ ഇടോ കേരളത്തിലെ ജനങ്ങളുടെ ചോദ്യമോ അവസാനിക്കില്ല എന്നുള്ളത് അവർ തിരിച്ചറിയണം. ആ ചാപ്പയുടെ പരിപ്പിനി കേരളത്തിൽ വേവില്ല. അതിൻ്റെ ഉദ്ദേശം എന്താണെന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായി. മതേതര കേരളത്തിൻ്റെ മുമ്പിൽ CPM ഇപ്പം തലയിൽ മുണ്ടിട്ടാണ് നിൽക്കുന്നത്. മതേതര വോട്ടുകൾ മാത്രം മതി എന്ന് ആർജവത്തോടെ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് പറഞ്ഞ ഞാനല്ലാതെ വേറൊരു സ്ഥാനാർത്ഥിയെ വടകരയിൽ മത്സരിച്ചപ്പോൾ നിങ്ങളൊന്ന് ചൂണ്ടിക്കാണിച്ചേ. CPIM എന്ത് അധിക്ഷേപം നടത്തിയാലും പോലീസിന്റെ കാഴ്ച നഷ്ടപ്പെടുമെന്നും ഷാഫി കുറ്റപ്പെടുത്തി. റിപ്പോർട്ടർ, കോഴിക്കോട്.